പറ. ആർക്കൊക്കെ എത്ര രൂപ വെച്ച് എങ്ങനെയൊക്കെ കൊടുക്കണം കൃത്യമായിട്ട് പറയണം. പത്രക്കാരൻ, പാലുകാരൻ, പലവ്യഞ്ജന കടക്കാരൻ, ഒരാളെ പോലും വിടേണ്ട ആവശ്യമില്ല. പിന്നെ ചെക്ക് കൊടുക്കുന്നത് എന്റെ ഒരു ശീലമാ. എല്ലാത്തിനും ഒരു രേഖ വേണമല്ലോ, അതുകൊണ്ടാ. പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ചെക്ക് വെച്ച് കൊടുക്കുകയും വേണം. പറഞ്ഞോളൂ. പാലുകാരൻ എത്ര? പാലുകാരന് 1200. 1200. പലവ്യഞ്ജന കടക്കാരനാ? അവന് 3400. 3400. സിമ്പിൾ. അടുത്ത പത്രക്കാരൻ? പത്രക്കാരന് 1700. 1700. യോ, നീ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലേ. വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ അടുത്താരാ? പിന്നെ കാർത്തികൻ അമ്മയ്ക്ക് 3 മാസത്തെ ശമ്പളം. 3 മാസം അടി. 4500. 4500. പിന്നെ ആർക്കൊക്കെയാ? വേണ്ട, ഞാൻ അറിഞ്ഞങ്ങ് ചെയ്തോളാം. ഞാൻ കുറച്ച് ലീഫ് ഒപ്പിട്ടങ്ങ് തരാം. ആവശ്യം പോലെ അശോകൻ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തേക്ക്. ഏത്? ഇതാ പിടിക്ക്, ഒരു ഫുൾ ബുക്ക്. സന്തോഷമായല്ലോ? സന്തോഷമായി. സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കെ? നീ ഒരു വലിയ മനുഷ്യനാണ്. ഒരു കടക്കാരനെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചപ്പോ മനസ്സിന് എന്തൊരു ആശ്വാസം. എന്താ മോനെ? നിങ്ങൾക്ക് എത്ര മാസത്തെ ശമ്പളം കുടിശ്ശികയുണ്ട്? 3. ചെക്ക്. പിന്നെ പാലുകാരനും പത്രക്കാരനും പലചരക്കടക്കാരനും ഒക്കെ ഉള്ള ചെക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാവർക്കും കൊടുത്തേക്കണം. പിന്നെ എല്ലാവരോടും പറഞ്ഞേക്ക് അശോകൻ കാശുകാരനായിരുന്നു. അതെ, ആ മീൻകാരിക്ക് പച്ചക്കറിക്കാരൻ കൊടുക്കാനുണ്ട്. അതല്ല ഇതിനടുത്തുണ്ട് മോളെ. നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാ. എന്ത് പറഞ്ഞിട്ട്? ആ കൊച്ചന്റെ കയ്യിലേ ഇതുപോലെ ഇഷ്ടം പോലെ ചെക്കുകൾ ഉണ്ട് മോളെ. ഇന്ന് പിച്ചക്കാരനൊരു ചെക്ക് കൊടുക്കുന്നത് കണ്ട്. ആള് ചില്ലറക്കാരനല്ല. ചില്ലറക്കാരനല്ല, നോട്ടുകാരൻ, പിന്നെ ചെക്കുകാരൻ. പിന്നെയും ആ അശോകൻ ചാക്കോ സാറിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തായിരുന്നോ? പലിശ ഉൾപ്പെടെയാണെന്നും പറഞ്ഞ് ഇന്നലെ 25,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു. 1 മാസം കഴിഞ്ഞേ മാറും. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഇടപാടുകൾ ചെക്ക് കൊടുത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അശോകനെ, ഈശോ, അയാൾക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? അതോ കെട്ടിയുടെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? അശോകന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇവിടെ കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അയ്യോ, നേരാന്നോ? മിക്കവാറും അശോകനെ അങ്ങോട്ട് കൊണ്ടുപോകാന്നാ കേട്ടത്. അയ്യോ പാവം. കാര്യമൊക്കെ ശരിയാ, അശോകൻ ഒരു പാവ. അതെ അതെ, എന്നെ പോലൊരു പാവം. കളങ്കം എന്താണെന്ന് അറിയാത്തവൻ. അതാ ഈ കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടുന്നത്. നേരെ അന്ന് എന്നോട് ഇത്തിരി കാശ് ചോദിച്ചായിരുന്നല്ലോ. കൊടുക്കാൻ പറ്റാത്ത മനോവിഷമത്തിൽ അന്നും അതിന്റെ പിറ്റേന്നും ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. ഞാനും അടച്ചിട്ടില്ല. അശോകനെ കാണുമ്പോ ചോദിക്കണം, ഗൾഫിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശ് വല്ലതും വേണമെങ്കിൽ കൊടുക്കാമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കൂടെ ഉള്ളത് ആരാ? കോടീശ്വരനല്ലേ, കോടീശ്വരൻ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ? അതെ, നമ്പർ ബിസിയാ, തിരക്കില്ല. അശോക, പാസ്പോർട്ട് എടുത്തു? ഇല്ല, ഞാനെടുത്തില്ല. നീ അവിടെ നോക്കിയോ? എവിടാ കൊണ്ട് വെച്ചത്? അതല്ലെന്നേ. കാർത്തിയാനമ്മ ഒരു ചായ. മധുരം കുറച്ച്. അശോക, നീ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി നാളെ തന്നെ സൗദിയിലേക്ക് അയക്കണം. നീ ഇവിടെ എന്നാ ശരിയാവില്ല, ഗൾഫിൽ പോണം. പറ്റിയ വിസ ഉണ്ടോ ഇപ്പോ? നിനക്ക് എത്ര വിസ വേണം? ഒരെണ്ണം മതി, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഫാമിലി ആയിട്ട് പോകുന്നില്ലല്ലോ. ശരി, നല്ല ബെസ്റ്റ് വിസ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ കാണാൻ ഭംഗിയുള്ള വിസയോ?
ആ. കാർത്തിയാനിയമ്മയ്ക്ക് ഒന്ന് ഗൾഫിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്. നല്ല വിസ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് കൂടി. പ്രായമൊരു പ്രശ്നമാണ്. എങ്കിലും സാരമില്ല. കാർത്തിയാനിയമ്മ ആദ്യമായിട്ട് ചോദിച്ചതല്ലേ, ഒരടിപൊളി വിസ ഞാൻ തരും. നിർമ്മാക്കല്ല. ആ. ബാബാ ഉം. ഇവരങ്ങനെ പലതും പറയും. അശോക, പ്രായമായരല്ലേ, അവർക്കും കാണില്ലേ മരലാണെത്തി പോവാൻ. എവിടെ? മണലാരണ്യത്തിൽ. ആ അതെ, കറക്റ്റ്. ആ. ഫ്ലൈറ്റിൽ കയറുമ്പോ ഛർദിക്കില്ലല്ലോ. ഏയ്, ആ, ഒരു എനിക്ക് കുഴപ്പമില്ല. കാർത്തിയാനിയമ്മ താത്താവണം. ഒരു വിസ കാർത്തിയാനിയമ്മക്ക് തന്നേക്കാം. ദേ പറ്റിക്കരുതേ, പാസ്പോർട്ട് ഉണ്ടല്ലോ. അത് ഉടനെ കിട്ടും. ഓക്കെ. പറ്റിക്കില്ലല്ലോ. ഏയ്, എന്റെ ഈശ്വരാ. ഞാനല്ലേ പറയുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ അവർക്ക് വിസ എടുക്കാൻ നടക്കുന്നത്? അശോക്, അവരുടെ ഒരു ആഗ്രഹമല്ലേ. ആഗ്രഹമുള്ളവർക്കെല്ലാം നീ വിസ ഇല്ലേ? എടുക്കും. പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ നീരസം വല്ലതും കാണിക്കുമോ അശോകൻ? ഏയ്, എന്നോട് കാണിക്കത്തില്ല. ഉം. ഉം. ഏ? എന്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? എനിക്ക് അല്ല, അശോകനെ എന്നെ കാണണമെന്ന് പറഞ്ഞ ആളെ വിട്ടിരുന്നേ. അശോക് സാർ ഒരിക്കലും അത് ചെയ്യില്ല. അന്ന് കാശ് കടം ചോദിച്ചപ്പോ നിങ്ങൾ അത് കൊടുക്കാത്തതിന്റെ നീരസം ഇപ്പോഴും അശോക് സാറിന് നിങ്ങളോടുണ്ട്. അറിയോ? അല്ല, നീ ഇപ്പൊ എവിടെ പോകുന്നു? ആ, നമ്മുടെ അശോക് സാർ ഗൾഫുകാരൂടെ ചേർന്ന് പുതിയ എന്തോ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ വിദഗ്ധ ഉപദേശം വേണോന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. കോടികളുടെ പ്രോജക്റ്റ് ആണ്. അല്ല, ചിലപ്പോ എന്നെ അതിനായിരിക്കും വിളിച്ചത്. അങ്ങനെ ആയിരിക്കില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ അല്ലേ, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞേ? അതെ, നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും. നമ്മളൊക്കെ ചേർന്നാണല്ലോ അശോകനെ കുഴിയിലേക്ക് തള്ളിയിട്ടത്. ഒരുമിച്ച് കണ്ടാൽ ചിലപ്പോൾ പ്രതികരണം രൂക്ഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം പോകാം. ആദ്യം ഞാൻ പോവാം. കോടികളുടെ ഇടപാടാണ്. ആശാൻ പറഞ്ഞ പോലെ പറ്റത്തില്ല. ഡേയ്, ഞാനാണ് നേതാവ്, മനസ്സിലായോ? നിന്നോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പോയി മീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞേ നീ കാണുന്നുള്ളൂ. ആ ഗൾഫുകാരനെ കൊണ്ട് ഇവിടുത്തെ സ്മാർട്ട് വില്ലേജ് പണിയിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല ഡേയ്, നീ തൽക്കാലം പുറത്ത് നിന്നാ മതി. അല്ല, ഞാനോട് അങ്ങോട്ട് വന്നെന്നും പറഞ്ഞു. പറയുന്നേക്കെ അപ്പോ ചെല്ലേ. വലിയ പാട് തന്നെ കേട്ടാ. ആ പിന്നെ ഞാൻ 2 ചെക്കുകൾ അയച്ചായിരുന്നു, കിട്ടിയോ? അല്ല, ഇനി ചെക്ക് കിട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ച് പറയണേ. ഇല്ല, ഉച്ചക്കത്തെ ലഞ്ച് പുറത്തുനിന്നാ. മിക്കവാറും കോവളത്തുള്ള ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നായിരിക്കും. പൊന്നമ്മയ്ക്ക് അറിയാവോ, ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് മടുത്തു മനുഷ്യൻ. ഓ, ഇത്തിരി കഞ്ഞിയമ്പരം കിട്ടിയിരുന്നെങ്കിൽ. എന്ത് ടേസ്റ്റ് അല്ലേ. ആ പൊന്നമ്മേ, വീട്ടിൽ കഞ്ഞിയമ്പരം വെക്കുമ്പോ ഞങ്ങളെ ഇവിടെ ഒന്ന് വിളിക്കണേ. ചുട്ടുപപ്പടം വേണം. ശരി ശരി ശരി, വെച്ചേക്കട്ടെ. ആ ബൈ. ഹലോ, ദൂരെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ആര്? ഇവിടുത്തെ സാറും ഫാമിലിയും. കോവളത്തെങ്ങനെ പോവാനാ? ബോബൻ സാറിന് കടലിൽ കുളിക്കണമെന്ന്. ബോബ സാറ് കടലിലേ കുളിക്കത്തുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ ശീലം. ഇന്ന് ലഞ്ച് സമുദ്ര ഹോട്ടലിൽ നിന്നാ കഴിക്കുന്നത്. ആന്നോ? അത് ശരി. രാവിലെ ബെഡ് കോഫി കുടിക്കുന്നത് പോലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാ. പിന്നല്ലാതെ. ദേ വരുന്നുണ്ടല്ലോ. ഹലോ. അതെ, പിന്നെ സാർക്കും അതെ അശോക, അത് പിന്നെ വരട്ടെ, വളഞ്ഞു വരട്ടെ. വരട്ടെ പുറകോട്ട് വരട്ടെ, പോരട്ടെ. പോട്ടെ. ഓക്കെ 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 ഓക്കെ.
ഡേയ്, രമണ. ബാലപ്പണ്ണ നീ എന്ത് ഇവിടെ? ഞാൻ ഇവിടെ താമസം. എവിടെ? ആ പാടം കഴിഞ്ഞ അപ്പുറത്ത്. ആണാ? അണ്ണാന്താ ഇവിടെ? നമ്മുടെ അശോക് സാറല്ലേ, ആ. പുള്ളി ഇവിടാണ് താമസം. ആ പറഞ്ഞാൽ അത് ശരിയാണല്ലോ. പുള്ളി ഇപ്പൊ ഇവിടെ താമസം. ആ പിന്നെ ഇപ്പൊ ഒരു ബെഡാ പാർട്ടി വന്നിട്ടുണ്ട്. ഡബിൾ ബി കമ്പനിയുടെ ചെയർമാൻ കോടീശ്വരനാ. അയാൾ അശോക് സാറിന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഇപ്പോഴല്ലേ ആണ് അറിയുന്നത്. അതെ, നമ്മളും കുറച്ച് വൈകിയാണ് അറിഞ്ഞത്. ആ അതെ, അശോകൻ സാർ ഉണ്ടാക്കി വെച്ച കടങ്ങൾ മുഴുവൻ ആ കോടീശ്വരൻ സാറല്ലേ കൊടുത്തു തീർത്തത്. ആണല്ലേ? ആ പിന്നെ അയാളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാ. ഒന്ന് പരിചയപ്പെടണം. ആ. വൈകിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ആ നീ അങ്ങോട്ടാണ്? ശരി, ഞാൻ അങ്ങോട്ട് ഓ, പോവാം. ശരി. ഓക്കെ. ആ ഹലോ, ഞാന് രവിചന്ദ്രൻ, AKCP പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഞാൻ ഒറ്റ ഒരുത്തനാ. ഈ തെലുങ്ക് എനിക്ക് അത്ര വശം പോരാ. നിങ്ങളല്ലേ രാവിലെ ഇവിടെ വന്ന് നിന്നത്? അതെ, ഞാനാണെന്ന് തോന്നുന്നു. അതെ അതെ, അത് ഞാൻ തന്നെ. ഇവിടെ അടുത്തൊരു 5.5 ഏക്കർ വാഴ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടുണ്ടേ, അത് നോക്കാനായിട്ട് വന്നതാ. ആ, ആ, അത് ഞാൻ പറയാം. ബോബെങ്ങി വന്നത്. ഒരു മിനിറ്റ്. മിണ്ടരുതേ. ബോബ് സാറിന് ഈ സാർ ആരെന്നറിയാവോ? ആ. എന്റെ അടുത്തൊരു ഫാമിലി ഓ, ഫ്രണ്ട്. ഓ, ഓ. ബോ വന്നേ. അതെ, ഞാനേ സാറിനെ പോലുള്ള ഒരു കോടീശ്വരനെ കണ്ട് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. സ്മാർട്ട് വില്ലേജ്. എങ്ങനെയുണ്ട്? നീ വന്നേ, നമുക്ക് അകത്തോട്ട് പോയിരിക്കാം. വാ. ആ, അതാണ് സാറേ നല്ലത്. വാ, നമുക്ക് അകത്തോട്ട് പോയിരിക്കാം. വാ നാട്ടെ. അല്ല അല്ല നിങ്ങളിത് കൊണ്ടോ? അല്ല, നമുക്ക് അകത്തിരുന്ന് വിശാലമായിട്ട് ആ സംസാരിക്കാമല്ലേ? നമുക്ക് അകത്തിന് വിശാലമായിട്ട് ഒന്നും സംസാരിക്കാം. എന്ത് പറ- പിന്നെ നമുക്ക് ഈ സ്മാർട്ട് സിറ്റിയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതെ അതെ. അതെ, നീ വന്നേ. ഒരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ പോയിട്ട് ഇപ്പൊ വരും. പോവും. ഇല്ല, 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 ഞാൻ ഇവിടെ പോകരുത്. നിന്നോളാം. ഇല്ല, ഇല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. ഫ്രഷ് ആയിട്ട് ആ വരുന്നു. അതെ. അതെ. അല്ല, അപ്പോ സാർ എന്തോ പറഞ്ഞു? നേതാവിനെ കുറിച്ച് സാറിന് ഭയങ്കര സൂപ്പർ റിപ്പോർട്ടല്ലേ? അപ്പോ സ്മാർട്ട് വില്ലേജിനെ പറ്റി എന്താ അഭിപ്രായം? സ്മാർട്ട് വില്ലേജിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമല്ലേ? ആണോ? പക്ഷേ അത് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ആ. നമുക്ക് പറ്റിയൊരു സ്ഥലം അപ്പുറത്തുണ്ട്. ഉണ്ടോ? അല്ല, ഉണ്ട് ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആണോ? സംസാരിക്കണം. വാ, 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 വാ. രവിചന്ദ്രൻ നേതാവ്, എനിക്ക് സ്മാർട്ട് വില്ലേജിനെ കുറിച്ച് ചില്ലറ സംശയങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് തീർത്ത് തരണം. ഈ സ്മാർട്ട് വില്ലേജ് എന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉദിച്ച ഒരു യമണ്ടൻ ആശയമാണ്. ഓ അത് ശരി. മാത്രവുമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ പലർക്കും അത് പ്രയോജനപ്രദമായി മാറുമല്ലോ. നമുക്കത് തീർച്ചയായിട്ടും അതെ, പ്രയോജനപ്പെടുത്തണം. അതെ, അതെ, അതെ. പിന്നെ ഈ സ്മാർട്ട് വില്ലേജിന് ഈ സ്ഥലം പറ്റുമോ? ഇതാണോ ഇതിപ്പോ? ഇത് ഭയങ്കര കുന്നും പുറമൊക്കെ. ഇതെങ്ങനാ? അത് നമുക്ക് ഇടിച്ചങ്ങ് നിരത്താണോ? പിന്നെ ഉടനെ തന്നെ അതെ, ആയിക്കോട്ടെ, നമ്മൾ അല്ലാതെ ഇന്ന് പിന്നെ. ഇതങ്ങ് ഇടിച്ച് നിരത്താം. ഓയ്യോ, രവിചന്ദ്രൻ നേതാവ്. ഇനി മേലെ ബുദ്ധിമുട്ടിക്കാൻ അറിയാണ്ടല്ലോ. എന്റെ AKCP ഞാൻ ഇടിച്ചു പൊട്ടിച്ചളയും. എന്താന്നോ താന്റെ ഒരു സ്മാർട്ട് വില്ലേജ്? എടോ, ഓരോരോ കാര്യം പറഞ്ഞ് താൻ എന്നെ എത്ര പ്രാവശ്യമാണോ ആ ലിറ്റിൽ സാർ ഹോട്ടലിൽ കൊണ്ടുപോയത്? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. എടോ 12 തവണ കൊണ്ടുപോയത്. അത്രയും പ്രാവശ്യം പറഞ്ഞ അത്രയും ഇടി കിട്ടുമല്ലെന്ന് വെച്ചാൽ ഞാൻ പറയാതിരുന്നത്. അയ്യോ 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 അയ്യോ. AKCP കൊണ്ട് വന്നാണല്ലോ. അതൊരു പോക്കാത്. എന്തുവാ? ഞാൻ എവിടെയൊക്കെ തിരക്കുന്നറിയോ? എന്തിനാ? എവിടായിരുന്നു മറ്റേ കാര്യം എന്തായി? എന്ത് കാര്യം? മറ്റേ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് നമ്മളന്ന് സംസാരിച്ചു. അതോ, നിന്നെ കൂടെ കൂട്ടണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ആ, നീ എവിടെ പോയിരുന്നു? ഞാൻ കുറച്ചു നേരം അവിടെ നോക്കി ഇന്ന്. ആണോ? പിന്നെ മടുത്തത് കൊണ്ട് ഞാനീ പോരുന്നു. അപ്പൊ നീ ഒന്നും കണ്ടില്ലയോ? എന്ത് കണ്ടില്ലേന്ന്? അശോകനും ഞാനും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് സന്തോഷം പങ്കിട്ടത്. ആണാ? ഇല്ല, ഞാൻ കണ്ടില്ല. കൊള്ളാം, നീ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. പിന്നെയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുക, നിന്നെ എന്നെയും. ആണാ? നമുക്ക് പോവാം. മറ്റേ ഗൾഫുകാരൻ കൊണ്ടുവന്ന സ്കോച്ചൊക്കെ കാണും. വേണ്ടേ? എന്നെ ഈ
ഫാമിലി ആയിട്ട് താമസിക്കുന്ന വീട്ടിൽ കയറി ചെന്ന് നമ്മൾ അത് ശരിയാകത്തില്ല, ഞാൻ വരുന്നില്ല. അല്ല എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഫാമിലി ഒന്നുമില്ല. നീ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരുന്നില്ല. എനിക്ക് അളഹനള്ളി ആരെ അള്ളാൻ പോണം? ഓ, ആരെ അള്ളാനല്ല, അളഹനള്ളി പാർട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് പോണം. അല്ല അവിടെയൊക്കെ പാർട്ടി ഉണ്ടാ? പിന്നെന്താ. ശരി എന്നാ ഞാൻ പോട്ടെ. പിന്നെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോണം. നീ ഞാൻ അങ്ങോട്ടല്ലേ വന്നത്? ആണോ? നിങ്ങൾ അങ്ങോട്ടല്ലേ പോയാ? ആണോ? ആ പോ. അശോക സാറേ, നല്ലയോ അശോക സാറല്ലേ? ഉണ്ടെങ്കി ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു. ആ ഞങ്ങളുടെ ഉപദേശം കൊണ്ടാണല്ലോ അശോക സാറിന്റെ മായയുടെയും ജീവിതം വീണ്ടും നല്ല അടിപൊളിയായി. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. അവരെ ഞങ്ങൾക്കൊന്ന് കാണണം. നിങ്ങൾ ഇവിടെ വന്ന് ഉപദേശിച്ചതിന് ശേഷം ആ രണ്ടുപേരും വയലന്റ് ആയത്. പിന്നെ എന്റെ ഒരു ശ്രമം കൊണ്ടാ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ കഴിയുന്നത്. എന്തായാലും അവരടിച്ചു പിരിഞ്ഞ് രണ്ട് പാത്രമായില്ലല്ലോ. ആ ബോബൻ എവിടെ? ഏത് ബോബൻ? ആ ഗൾഫിൽ നിന്ന് മറ്റേ വന്ന ബോബൻ. അവന്റെ പേര് ബോബൻ എന്നല്ലേ? അതേ ബോബൻ സാറേ പുറത്തേക്ക് പോയി. ബോബൻ സാർ. ബോബൻ സാർ എവിടെ? അശോകൻ സാർ അകത്തുണ്ട്. അശോകൻ സാർ അകത്തുണ്ട്. തൽക്കാലം അശോകൻ സാറിന്റെ കാണാം, പിന്നെ ബോബൻ സാറിന്റെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓരോന്ന് ഇറങ്ങി തിരിക്കും കുടുംബം കലക്കാൻ. നശൂലങ്ങള്. അശോകൻ സാർ ഇവിടെ വന്നിരിക്കണോ? എന്റെ അമ്മോ, എന്തൊക്കെയാ വിഭവങ്ങളും. അശോകൻ സാറേ, ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഡൈനിങ് ടേബിൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും നിങ്ങൾ വന്ന സമയം കൊള്ളാം. അശോക് സാർ എന്താണ് വിചാരിച്ചിരിക്കണം? ഞങ്ങൾ ഇതൊക്കെ കഴിക്കാൻ വന്നതാണ് കരുതിയിരിക്കണം. ഞങ്ങൾ വന്നതേ നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നത്. എങ്ങനെയുണ്ട് മായേ? കോംപ്രമൈസ് നമ്മൾ പറഞ്ഞതുപോലെ അല്ലായിരുന്നോ നടന്നത്? അതെ. അശോകൻ സാറേ, സാറിന്റെ ഒരു സുഹൃത്ത് വന്നെന്നറിഞ്ഞു. എവിടെ പോയി? കടലിൽ പോയി. എപ്പാ? കടലിൽ കുളിക്കാൻ പോയെന്ന്. ദിവസം ഒരു നേരമെങ്കിലും കടലിൽ കുളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരത്തില്ല. അത് ശരി. ആ ബോബനാന്ന് തോന്നുന്നു. കാർത്തിയാനമ്മ ഡോറും തുറന്നു കൊടുക്ക്. പൊന്നമ്മേ, ഈ ചിക്കൻ ടിക്കി ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി. ചിക്കൻ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കി. ഇത് ഞാൻ കഴിച്ചാ കൊള്ളൂല. ഏത് പാത്രത്തിൽ നിന്ന്? ആ പാത്രത്തിൽ നിന്ന്. അതിപ്പോ ഞാൻ കഴിച്ചിട്ട് തുപ്പി വെച്ച വേസ്റ്റ് പ്ലേറ്റ് അല്ലേ? ബോബൻ, ഇതാണ് ബോബൻ. ഹലോ. ഡബിൾ ബി ഗ്രൂപ്പിന്റെ ചെയർമാൻ. ദുബായിലാണ് ജോലി, ദുബായിലാണ് താമസം. ഇത് തങ്കപ്പൻ. എനിക്ക് പോവാ. ഞാൻ കുറച്ചു നാള് വിദേശത്തുണ്ടായിരുന്നു. വിദേശത്തോ? എവിടെ? വിദേശത്ത് സൗദി അറേബ്യ. സൗദിയിൽ എവിടെ? സൗദിയിലെ ബദാം. ബദാം തോട്ടത്തിൽ എന്തായിരുന്നു പണി? സൗദിയിലെ എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും അവിടെ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ഏത് സ്ഥാപനത്തിലായിരുന്നെന്ന്? അവിടെ ഒരു തോട്ടത്തിന്റെ MD ഞാനായിരുന്നു. ജാഗ്യബട്ട് കമ്പനി അല്ലേ ഇത്? അതെ. അവിടെ എന്തായിരുന്നു? MD, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ. മാനേജർ അല്ല, മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ. ഫുൾ ടൈം മാനേജറിനോട് കാണും. സൂപ്പർവൈസർ അല്ലേ? സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസറിന്റെ കൂടെ ഫുൾ ടൈം നടക്കുന്ന വാച്ചർ. അവിടുത്തെ വാച്ചർമാരെ, ഐ മീൻ സെക്യൂരിറ്റികളെ സപ്ലൈ ചെയ്യുന്ന ഞങ്ങളുടെ ഏജൻസിയാണ്. വാച്ചർ എന്ന് പറഞ്ഞാൽ തോട്ടപ്പണിയായിരുന്നു, നാട്ടിക്കരുത്. എന്താ? നിന്നെ പോലുള്ള ഹൈല് ഉണ്ടായിപ്പുകളെ. ജവഹർ കോളനിയിൽ ബോബൻ ഒരു സ്ഥാപനം തുടങ്ങുന്നു. തങ്കപ്പനായിരിക്കും അതിന്റെ ഫുൾ ചുമതല. ഇതെന്താണെന്ന് സാറിന് മനസ്സിലായോ? ഇല്ല. മായ്ക്ക് മനസ്സിലായോ? കാർത്തിയനമ്മയ്ക്ക് മനസ്സിലായോ? സാറിന് മനസ്സിലായോ? ആ, ഇതാണ് ഒറിജിനൽ അറബ്. ഇതോ?